എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ഒരു നാടൻ സ്പെഷ്യൽ ഇന്റർവ്യൂ റൂമിലേക്ക് സ്വാഗതം. MS വേണുഗോപാലാണ് കൂടെയുള്ളത്. സാർ നമസ്കാരം. നമസ്കാരം. സാർ, രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രശ്നം അതിരൂക്ഷമായി വീണ്ടും ചർച്ചകളിലേക്ക് വരികയാണ്. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി രാഹുലിന്റെ പേര് പറയാനും പറയാതെയും ഒക്കെ ചർച്ചകളിലുണ്ട്. ഇപ്പോൾ കുറച്ചധികം സ്ത്രീകൾ രാഹുൽ തങ്ങളോട് സംസാരിക്കുന്നു, അല്ലെങ്കിൽ അനാവശ്യമായി ഫ്ലേർട്ട് ചെയ്യുന്നു. അതിലേറ്റവും പ്രധാനം, ഒരാളെ ഗർഭിണിയാക്കി ഗർഭചിത്രത്തിന് നിർബന്ധിച്ചു എന്നടക്കമുള്ളത് വരുന്നു. ഒരു ട്രാൻസ്ജെൻഡർ യുവതി വന്നിട്ടുണ്ട്. കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് മറ്റൊരു പെൺകുട്ടി വന്നിട്ടുണ്ട്. എല്ലാവരോടും പോയി ഫ്ലേർട്ട് ചെയ്യുന്ന, എന്നാൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രതീക്ഷയുണ്ടായിരുന്ന യുവനേതാവാണ്. രണ്ട് കാര്യങ്ങളാണ് രാഹുലുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. ഒന്ന്, ഇത് ഇയാളുടെ പേഴ്സണൽ ലൈഫ് അല്ലേ. അപ്പോൾ പിന്നെ അത് എന്തിനാണ് പൊളിറ്റിക്കൽ സ്പേസിലേക്ക് കൊണ്ടുവരുന്ന ഒരു സാമാന്യവൽക്കരണം നിലനിൽക്കുന്നുണ്ട്. മറ്റൊരിടത്ത് ഇത് ആദ്യമായി അല്ലല്ലോ ഒരു പൊളിറ്റീഷ്യൻ ഇങ്ങനെ വരുന്നത്. അതിൽ ഇപ്പോ മുകേഷ് ഉണ്ട്, ശശിയുണ്ട്, അല്ലെങ്കിൽ കുഞ്ഞാലിക്കുട്ടിയുണ്ട്. ഇവരൊക്കെയും പെണ്ണുകേസുമായി ബന്ധപ്പെട്ടിട്ട് ചർച്ചകളിൽ നിറഞ്ഞു നിന്നിട്ടുണ്ട് ഒരു ഘട്ടത്തിൽ. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഒരു രാഷ്ട്രീയ നേതാവിന് എന്താ ഫ്ലേർട്ട് ചെയ്ത്, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഞാൻ അതൊരു ക്രൈമായിട്ട് തന്നെയാണ് കാണുന്നത്. ഒരാളുടെ പേഴ്സണൽ സ്പേസിലേക്ക് കയറുന്നതും അതല്ലെങ്കിൽ ഗർഭചിത്രത്തിന് നിർബന്ധിക്കുന്ന അടക്കമുള്ള എല്ലാ കാര്യങ്ങളെയും ഒരു രാഷ്ട്രീയ നേതാവിന് ഒരു സാധാരണക്കാരനെ പോലെ ഇരിക്കാൻ പറ്റില്ല. അയാളുടെ പൊളിറ്റിക്കൽ കരിയർ തന്നെ ഏകദേശം തീർന്ന മട്ടാണ്. നമ്മുടെ നാട്ടിൽ ഒരു വലിയ കൺസെപ്റ്റ് ഉണ്ട്. നമ്മൾ സ്ത്രീകളെ അധിക്ഷേപിക്കുന്നു എന്ന് പറയുന്നത്, അവരെ വ്യക്തിഹത്യ ചെയ്യുന്നത്, അവരെ അതുപോലെ തന്നെ സ്ത്രീത്വത്തിനെ അപമാനിക്കുന്നത് ഒക്കെ നമ്മുടെ പാരമ്പര്യത്തിൻ്റെ ഭാഗമായിട്ട് ഇത് വളരെ മോശമായ ഒരു കാര്യമായിട്ടാണ് കണക്കാക്കി വരുന്നത്. നമ്മുടെ ഇവിടെ മാത്രമല്ല, അമേരിക്കയിൽ ബിൽ ക്ലിൻ്റൻ്റെ കാര്യം അറിയാമല്ലോ. അദ്ദേഹത്തിന് 49 വയസ്സുള്ളപ്പോൾ അവിടെ വൈറ്റ് ഹൗസിൽ ജോലി ചെയ്തിരുന്ന ലെവിൻസ്കി എന്ന 22 വയസ്സുകാരിയെ മായി അദ്ദേഹം ബന്ധത്തിൽ ഏർപ്പെട്ടു എന്നുള്ളതാണ്. പക്ഷേ അദ്ദേഹം അത് തുറന്നു പറയാൻ ആത്മാർത്ഥത കാണിച്ചു. ഞാനത് സമ്മതിക്കുന്നു, 18 മാസമായി ഞങ്ങൾ തമ്മിൽ ബന്ധത്തിലാണ് എന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞു. പക്ഷെ എന്നിട്ട് പോലും ആ സമൂഹം സഹിച്ചില്ല. കാരണം അദ്ദേഹം ഒരു വലിയ ഓഫീസിൻ്റെ പദവി വഹിക്കുകയാണ്. ആ സമയത്ത് അദ്ദേഹം ആ ഓഫീസിൻ്റെ അന്തസ്സ് കീപ്പ് ചെയ്യേണ്ടതുണ്ടായിരുന്നു എന്നുള്ളതാണ്. അവിടെ പ്രൈവറ്റായിട്ട് ഉള്ള കാര്യം വേറെ, പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ പദവിയിൽ അദ്ദേഹം ഇരുന്ന് ചെയ്യുന്നത് വേറെ. അപ്പോൾ അത് ആ ഒരു പദവി കൂടെ ദുരുപയോഗം ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഇൻഫ്ലുവൻസുകൾ നടത്തുന്നത് എന്നുള്ളതാണ് അന്ന് അവിടെ വിശകലനം. ഇത് അമേരിക്കയിൽ പണ്ട് EK നായനാർ പറഞ്ഞിട്ടുണ്ട്, ഈ ചായ കുടിക്കും പോലെയാണ് അവിടെ ബലാത്സംഗം നടക്കുന്നതെന്ന്. കാരണം അങ്ങനെ അത് ഒരുപാട് വിവാദങ്ങളുണ്ടായി, അദ്ദേഹത്തിന് ഒരുപാട് ക്രിറ്റിസിസം ഒക്കെ വന്നു. പക്ഷെ അങ്ങനെയുള്ള ഒരു രാജ്യത്ത് പോലും, വളരെ ലൂസായിട്ട് ജീവിക്കാനുള്ള ഇതുള്ളിടത്ത് പോലും ഒരു പൊതുപ്രവർത്തകന് ചില നോംസ് ഉണ്ട്. അങ്ങനെ പൊതുപ്രവർത്തകർ അങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നാട്ടിലുള്ളവർ മുഴുവൻ പിന്നെ എങ്ങനെയാവും? ചങ്ങലയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ ആ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ പൊതുപ്രവർത്തകൻ, സർക്കാർ സർവീസിലുള്ളവർ, അവർക്കൊക്കെ കുറേ പ്രിവിലേജുകളുണ്ട്. ആ പ്രിവിലേജുകൾ ഉള്ളപ്പോൾ അവർക്ക് കുറച്ച് നിയന്ത്രണങ്ങൾ പാലിക്കുകയും വേണം. മറ്റൊരു സാധാരണക്കാരനാണെങ്കിൽ പോലും നമ്മുടെ സമൂഹത്തിൽ അത് സഹിക്കില്ല. വലിയ വിവാദമാവില്ലേ? നാട്ടിൽ അറിയപ്പെടാത്ത ഒരാളാണെന്ന് വിചാരിച്ചു, ആ അയൽവക്കത്തും പരിസരത്തുമെങ്കിലും വലിയ പ്രശ്നമാവില്ലേ ഇങ്ങനൊരു സംഭവം നടന്നെന്നറിഞ്ഞാൽ? പിന്നെ അയാളുടെ കുടുംബത്തിന് പോലും വെളിയിലിറങ്ങി നടക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവില്ലേ? നമ്മുടെ നാട്ടിനൊരു സദാചാര രീതിയുണ്ട്. പക്ഷേ ഒരുപാട് പേര് അത് ലംഘിക്കുന്നുണ്ടാവാം. പക്ഷെ അതൊന്നും നമുക്ക് ഒരു എക്സ്ക്യൂസായിട്ട് പറയാൻ കഴിയില്ല. അത് അത്തരം കാര്യങ്ങളിൽ മിതത്വം പാലിക്കേണ്ടതുണ്ട്, പ്രത്യേകിച്ച് സ്ത്രീകളുടെ വിഷയത്തിൽ. കാരണം സ്ത്രീകളെ ഹരാസ് ചെയ്യുന്നത് നമ്മുടെ നാട്ടിലൊരു പതിവായി മാറിയിരിക്കുക. പല കുട്ടികളും പറഞ്ഞിട്ടുണ്ട്, ബസ്സിൽ പോലും യാത്ര ചെയ്യാൻ നിവൃത്തിയില്ല. കുട്ടികളല്ല, വൃദ്ധർ വരെ പറഞ്ഞിട്ടുണ്ട് ബസ്സിലൊന്ന് യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എന്ന്. റെസിഡൻസ് അസോസിയേഷൻ്റെയൊക്കെ ഗ്രീവൻസ് സെല്ലുകളിൽ ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. ആ കാലത്തൊക്കെ നമുക്ക് വരുന്ന പരാതികൾ കേട്ട് കഴിഞ്ഞാൽ ഞെട്ടിപ്പോകും. ഒരു സ്ത്രീക്ക് റോഡിൽ നടക്കാൻ വയ്യ, ബസ്സിൽ യാത്ര ചെയ്യാൻ വയ്യ, പാർക്കിൽ പോയി നിൽക്കാൻ വയ്യ. ഇത്തരത്തിൽ നമ്മുടെ സമൂഹം മാറിപ്പോയിട്ടുണ്ട്. പുരുഷാധിപത്യത്തിൻ്റെ ഒരു വികൃത രൂപം ഈ ആൺ പെൺ റിലേഷൻഷിപ്പിൽ വന്ന് ഭവിക്കുന്നു. പൊതുവെ പറയാറ് പുരുഷന്മാർ ഫിസിക്കലി സ്ട്രോങ് ആണ്, പിന്നെ ഇന്ദ്രിയങ്ങൾ വെച്ചിട്ട് അല്ലെങ്കിൽ ഇമോഷണലി കുറേ കൂടെ സ്ട്രോങ് സ്ത്രീകളാണ് എന്നൊക്കെ പറയാറുണ്ട്. അത് വളരെ സത്യമാണ്. പക്ഷേ എന്ന് പറഞ്ഞാൽ പോലും അതിനകത്തെല്ലാം ഒരു നിയന്ത്രണം അത്യാവശ്യമാണ്. ആ നിയന്ത്രണം പൊതുപ്രവർത്തകന് വളരെയധികം അത്യാവശ്യമാണ്. ഒരു കോളേജ് കുമാരൻ പെരുമാറുന്നത് പോലെ ഒരു MLA പെരുമാറിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ എവിടെയാണ് ആർക്കെങ്കിലും ഒരു സംരക്ഷണം കിട്ടുക? ആ ഒരു പ്രശ്നം അവിടെ നിലനിൽക്കുന്നുണ്ട്. പക്ഷെ ഇതൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതിനെ തിരുത്താൻ ഇയാൾക്കൊരു സാവകാശം കൊടുക്കില്ല എന്നുള്ളതാണ് കാര്യം. പൂർണ്ണമായും അർത്ഥത്തിൽ അയാൾ ട്രാഷ് ചെയ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു.
അതായത് യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ പദവി തന്നെ പോയിരിക്കുന്നു. MLA എന്ന സ്ഥാനത്തുനിന്ന് ഒഴിയാൻ ഒരു വലിയ നിർദ്ദേശം വരുന്ന തരത്തിലുള്ള സമ്മർദ്ദമുണ്ട്. മാത്രമല്ല അടുത്ത തെരഞ്ഞെടുപ്പിൽ അയാൾക്ക് എന്തായാലും സീറ്റും ലഭിക്കാൻ സാധ്യതയില്ല. അങ്ങനെ ആകുമ്പോൾ ഒരാൾക്ക് തിരുത്താനൊരു സാവകാശം, മാത്രമല്ല തിരു പരാതികളായി ഒന്നും വന്നിട്ടില്ലല്ലോ, തി- അഭ്യൂഹങ്ങൾ അത് മാത്രമാണ്. അത് തിരുത്താനുള്ള സാവകാശം ആ കുട്ടി കൊടുത്തിരുന്നു എന്നുള്ളതാണ് ഉം, നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഉം, അയാൾ വിമിഷ്ടപ്പെട്ടാണ് ആ കാര്യങ്ങളെല്ലാം പുറത്തു പറയുന്നത്. ആ കുട്ടി വളരെ മിതത്വം പാലിച്ചു. ഉം, ഇപ്പോഴും പ്രതി ആരെന്ന് അയാൾ പറഞ്ഞിട്ടില്ല. ഉം, ദാറ്റ് മീൻസ് അവർ വളരെ റിസർവ്ഡ് ആയിട്ട് തിരുത്തുക മാത്രമല്ല, എന്തൊക്കെ വിധത്തിൽ എന്നെ സഹായിക്കാമോ ആ വിധത്തിൽ സഹായിക്കണമെന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ടെന്നുള്ളതേ വരുന്നത്. ഉം, അത് കഴിഞ്ഞിട്ട് അവർ പലരുമായിട്ടും പരാതി പറയുന്നു. KPCC നേതൃത്വത്തോട് പരാതി പറയുന്നു. ഓ, പിന്നെ VD സതീശൻ ഓപ്പോസിഷൻ ലീഡറോട് പരാതി പറയുന്നു. ആ പരാതികൾ പിന്നീട് AICCയിലേക്ക് പോകുന്നു. രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും വരെ പരാതി എത്തുന്നു. ഉം. ഈ സ്റ്റേജ് ആയിട്ട് പിന്നെ നമ്മൾ എന്നിട്ടും തിരുത്തുന്നില്ലെങ്കിൽ, ന്യായീകരിക്കുന്നെങ്കിൽ പിന്നെ അയാളെ എങ്ങനെയാണ് തിരുത്തുക? അയാൾക്ക് തിരുത്തലിന് അതീതമായി പോയി എന്നുള്ളതാണ് സമൂഹം വിലയിരുത്തുന്നത്. ഉം. അതുകൊണ്ടാണ് രാഹുലിനെതിരെ രാഹുൽ മങ്കൂട്ടത്തിനെതിരെ ഇത്ര ശക്തമായിട്ടുള്ള പ്രതിഷേധം ഉണ്ടാകുന്നത്. പിന്നെ അതിനകത്ത് പൊളിറ്റിക്സ് ഉണ്ട് തീർച്ചയായിട്ടും. ഉം. നമ്മുടെ രാജ്യത്ത് ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ 1950കളുടെ അവസാനത്തിൽ 60കളുടെ ആദ്യത്തിലൊക്കെ ഏറ്റവും വലിയ ഒരു ഹീറോ ആയിട്ട് നിന്നത്, അന്നത്തെ പ്രതിപക്ഷ നേതാവായിട്ട് നിന്ന PT ചാക്കോ. ഉം. അദ്ദേഹം ഒരു സ്ത്രീയുമായി ഒരു കാറിൽ യാത്ര ചെയ്തു. അദ്ദേഹം അന്ന് ആഭ്യന്തരമന്ത്രിയായിരുന്നു. കാറിൽ യാത്ര ചെയ്തു. പോകുന്ന വഴിക്ക് ഒരു ഉന്തുവണ്ടിയിൽ എങ്ങാണ്ട് ഇടിച്ച ആക്സിഡന്റ് വന്നു. വണ്ടി നിർത്തേണ്ടി വന്നപ്പം കൂടെ ആരോ തിരിച്ചറിഞ്ഞു ഇത് ആഭ്യന്തരമന്ത്രിയാണെന്നും കൂടെ ഇരുന്നത് ഒരു സ്ത്രീയാണെന്നും. ഉം. ആ സ്ത്രീ അല്ല, അദ്ദേഹത്തിന്റെ ഭാര്യയാവാൻ വഴിയില്ല എന്നുള്ളതിന് കാരണം അത് അവരുടെ ഒരു ചുവന്ന പൊട്ടാണ്. ഉം. അപ്പോൾ ഒരു ക്രിസ്ത്യൻ സ്ത്രീ അങ്ങനെ ഒരു സിന്ദൂര പൊട്ട് തൊടില്ലെന്നും മറ്റൊരാളാണെന്നും ഇത്രയൊക്കെ കിട്ടിയുള്ളൂ. പക്ഷേ അത് വെച്ചിട്ട് അദ്ദേഹത്തിന് അവസാനം രാജിവെക്കേണ്ടി വന്നു. അതെ. ഇത് നമ്മുടെ സമൂഹത്തിൽ ഉള്ള ഒരു പൊതു രീതിയാണ്. ഉം. കരുണാകരന്റെ കാര്യം അറിയാം, ചാരക്കേസ് എന്ന് പറയുന്നത്. അത് അതെ, അതെ. വെറുതെ ഒരു പിന്നെ അഭ്യൂഹം. ഒരു അഭ്യൂഹം. ഒരു വിദേശ വനിത ഇവിടെ വന്നെന്നും, മറിയം റഷീദ എന്ന് പറഞ്ഞ ഒരു വനിത വന്നെന്നും, അവർ ക്രയോജനിക് വിദ്യ അടിച്ചു മാറ്റാനായിട്ട് വന്നതാണെന്നും, അതിന് നമ്പിനാരായണൻ എന്ന് പറഞ്ഞ ഇന്ത്യയിലെ പ്രശസ്തനായ ഒരു ശാസ്ത്രജ്ഞൻ കൂട്ടുനിന്നൊക്കെ പറഞ്ഞുണ്ടാക്കിയ വിവാദങ്ങൾ നമുക്കറിയാമല്ലോ. അവസാനം 1995 കരുണാകരൻ രാജിവെച്ചു. 96 CBIയുടെ ഡിക്ലറേഷൻ, ഇത് കെട്ടുകഥയാണ്, ഇതിനകത്തൊരു കഥയുമില്ല എന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം? ഇതൊക്കെ സൂചിപ്പിക്കുന്നത് നമ്മുടെ സമൂഹത്തിലും ഇത്തരം കാര്യങ്ങളിൽ വളരെ പിന്നെ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. അതൊരു പൊളിറ്റീഷ്യൻ ചെയ്യേണ്ടതാണ്. ഇതൊന്നുമില്ലാതെ ഉമ്മൻചാണ്ടിക്കെതിരെ വന്ന ആരോപണം നമുക്കറിയാമല്ലോ. പ്രകൃതി വിരുദ്ധ പ്രവർത്തനത്തിന് അദ്ദേഹത്തിൻ്റെ എണീറ്റ് നിൽക്കാൻ വയ്യാത്തൊരു കാലത്ത് അദ്ദേഹത്തിനെ കുറിച്ച് ആരോപണം വന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ എപ്പോഴും ഒരു 100 പേരെങ്കിലും അദ്ദേഹത്തിൻ്റെ കൂടെ സഞ്ചരിക്കാറുണ്ട്. ഉറങ്ങാനും പ്രാഥമിക കർമ്മത്തിനും ഒഴിച്ച് ബാക്കി എല്ലാ സമയത്തും അദ്ദേഹത്തിൻ്റെ ചുറ്റും ആൾക്കാർ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. എന്നിട്ട് പോലും അദ്ദേഹത്തിന് ആരോപണം വന്നു, അല്ലേ? അപ്പോൾ ഇത് വലിയ രീതിയിലുള്ള ആരോപണം. ഇതൊക്കെ കെട്ടുകഥകളാണ് ഒരു ഘട്ടത്തിൽ എന്നൊക്കെ നമുക്ക് തോന്നാം. പക്ഷേ തുടർഭരണം പ്രതീക്ഷിച്ചിരുന്ന ഉമ്മൻചാണ്ടി സർക്കാരിന് അത് സാധിക്കാതെ വന്നത് പോലും അതെ, അല്ല അതിതുകൊണ്ടല്ല, അത് കഴിഞ്ഞിട്ടാണ്. പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. എന്നാൽ പോലും ഇതൊക്കെ റിഫ്ലക്ട് ചെയ്തിട്ടുണ്ട്. ഇത് അദ്ദേഹത്തിന് മാനസികമായി തകർന്നു പോയി എന്നുള്ളതാണ്. ഞാൻ അദ്ദേഹത്തിന് അതിന് ശേഷം കാണുകയുണ്ടായി. അദ്ദേഹം വളരെ വീക്കായി. അന്ന് അദ്ദേഹത്തിന് ഈ അസുഖമൊന്നും ബാധിച്ചിട്ടില്ല. അതിന് മുമ്പേ തന്നെ അദ്ദേഹം വളരെ വീക്കായിട്ടാണ് ഇരുന്നത്. പിന്നീടാണ് അദ്ദേഹത്തിന് ത്രോട്ടിൽ പ്രശ്നങ്ങളൊക്കെ വന്നതും അസുഖം ബാധിച്ചതൊക്കെ. വളരെ ഷോക്ക്ഡ് ആയിരുന്നു അദ്ദേഹം. അപ്പോൾ അത്തരത്തിൽ പ്രഷറുകൾ വെളിയിൽ നിന്ന് പലതിനും വരുന്നുണ്ടെങ്കിലും ഈ കാര്യത്തിൽ സ്വയം കൃതാനാർത്ഥം എന്ന് പറയുന്ന ഒരു പ്രക്രിയ രാഹുലും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാവുകയാണ്. അത്തരത്തിൽ നമ്മുടെ യുവാക്കൾക്ക് ഇന്നൊരു പ്രത്യേക രീതിയുണ്ട്. രാഷ്ട്രീയ നേതാവായി കഴിഞ്ഞാൽ സിനിമാ താരങ്ങളെ പോലെയാണ് ഇവർ. നിരവധി പെൺകുട്ടികളുടെ അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കുക, എന്നിട്ട് അത് ഫേസ്ബുക്കിൽ അഹങ്കാരമുണ്ട്. പിന്നെ ഒരു ഷോ ഓഫ് ഉണ്ട്. ഹൂ കെയേഴ്സ് ചോദിക്കുന്നത് വളരെ ഒരു MLA സംബന്ധിച്ചിടത്തോളം, ഒരു ജനപ്രതിനിധിയെ സംബന്ധിച്ചിടത്തോളം അതെ, തനിക്ക് അധികാരമുണ്ടെന്നാൽ പിന്നെ ഇനിയൊന്നും ബാധിക്കില്ല അല്ല, ആ വിധത്തിൽ ഭീഷണിപ്പെടുത്തുക വരെ ചെയ്തു എന്നുള്ളതാണ് ആ കുട്ടിയുടെ നിന്ന് വരുന്ന പരാതികളുമൊക്കെ. അപ്പൊ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ, ഇതൊക്കെ നമ്മൾ ഓരോ സ്ഥലത്തു നിന്ന് കേട്ടും കണ്ടും അറിഞ്ഞ കാര്യങ്ങളാണ്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും അതിനകത്ത് രാഹുൽ മാങ്കൂട്ടത്തിന് തെറ്റുപറ്റിയിട്ടുണ്ട് എന്നുള്ളത് ബോധ്യമാവുകയാണ്. അതുകൊണ്ടാണ് മാറി നിൽക്കണമെന്ന് ആവശ്യപ്പെടുന്നത്. തീർച്ചയായിട്ടും അതിനകത്ത് പൊളിറ്റിക്സ് ഉണ്ട്. പൊളിറ്റിക്കൽ പാർട്ടികൾ, LDFലെ പാർട്ടികൾ, BJP ഒക്കെ കൂടുതൽ ശക്തമായിട്ട് ആവശ്യപ്പെടും. അത് ആവശ്യപ്പെടാനുള്ള സാഹചര്യം ഉണ്ടാക്കാതിരിക്കാനുള്ള യുക്തിബോധം രാഹുലിന് വേണ്ടതായിരുന്നു. അതാണ് പ്രശ്നം.